2020 ലോകകപ്പ് കിരീട നേട്ടത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സഞ്ജു വി സാംസന് വൻ വരവേൽപ്പ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രി വി ശിവൻകുട്ടി താരത്തെ സ്വീകരിച്ചു. വീഴ്ചയിൽ പതറിയപ്പോൾ സച്ചിന്റെ പിന്തുണ കരുത്തായെന്ന് സഞ്ജു പറഞ്ഞു. കേരള സർക്കാർ ഔദ്യോഗികമായി സഞ്ജുവിന് സ്വീകരണം നൽകാനും തീരുമാനമുണ്ട്. വീരോചിതമായ ലോകകപ്പ് ഫൈനൽ കണ്ട ആവേശം കെട്ടടങ്ങുന്നതിന് മുൻപ് മലയാളികളുടെ സഞ്ജു വി സാംസൺ ജന്മനാട്ടിലേക്ക്. താരത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഭിച്ചത് വലിയ സ്വീകരണം. ലോകകപ്പിലെ മികച്ച താരമെന്ന പദവി സന്തോഷത്തിനും അഭിമാനത്തിനും മാറ്റുകൂട്ടുന്നു. എല്ലാവർക്കും എനിക്ക് നന്ദി മാത്രം പറയാനുള്ളൂ. എയർപോർട്ടിൽ നിന്നും സഞ്ജു നേരെ എത്തിയത് സ്വദേശമായ വിഴിഞ്ഞത്തെ കുടുംബ വീട്ടിലേക്ക്. സച്ചിൻ തന്ന പിന്തുണയും നാട്ടുകാരോടുള്ള നന്ദിയും പങ്കുവയ്ക്കാൻ മറക്കാതെയുള്ള ആദ്യ പ്രതികരണം. പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടച്ചിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു. IPL കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് മനസ്സൊന്ന് പാളി പോയപ്പോൾ എനിക്ക് എൻ്റെ ഇനി ആരെ വിളിച്ചാലാണ് ഒരു ഉപദേശം കിട്ടാൻ. അപ്പോൾ പിന്നെ ഒരു പേരെ മനസ്സിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറും ഭയങ്കര ജെന്യുവനായിട്ട് കണക്റ്റായി. അപ്പോൾ സാറും ഒരു 25 മിനിറ്റ് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. സാറിൻ്റെ കരിയറിൽ നടന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണേണ്ടത്. അപ്പോൾ ഭയങ്കര ജെന്യുവനായിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ന്യൂസിലൻഡ് സീരീസിലും ഫോം ഔട്ട് ആയപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ചപ്പോഴും കുറേ ഉപദേശങ്ങളുണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തലേ ദിവസം വരെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എല്ലാം റെഡിയല്ലേ, ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു എന്തു പറയാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതെന്തോ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്വീകരണവും സഞ്ജുവിന് ലഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിന് സമുചിതമായിട്ടുള്ള ഒരു സ്വീകരണം കൊടുക്കുവാൻ ആലോചിക്കുകയാണ്. അർഹിക്കുന്ന രൂപത്തിൽ ഉള്ള കേരളത്തിന്റെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്നതാണ്. 1 മാസം ഫോൺ ഒഴിവാക്കിയായിരുന്നു സഞ്ജുവിന്റെ പരിശീലന കാലയളവ്. ഇനി കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കണമെന്നും താരം കൂട്ടിച്ചേർക്കുന്നു. ഡൽഹിയിലെ ടീമിന്റെ വിജയാഘോഷത്തിനായി വരും ദിവസം സഞ്ജു ഡൽഹിയിലേക്ക് തിരിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.